Today we are going to study about theorems of Boolean algebra. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോസ്റ്റുലേറ്റ്സ് ബൂളിയൻ ഓൾജിബ്രയിലുള്ള പോസ്റ്റുലേറ്റ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഇന്ന് ആ പോസ്റ്റുലേറ്റ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തിയറം പ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് തിയറാണ് idempotent law. Theorem 1 idempotent law. Idempotent law എന്താ പറഞ്ഞിരിക്കുന്നത്? A or A equal to A. ഓക്കെ, ഇവിടെ എഴുതിയ കാണാം നിങ്ങൾക്ക്. എ ഓർ എ ഈക്വൽ ടു എ. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ആൻഡ് എ ഇസ് ഈക്വൽ ടു എ. രണ്ടും എ തന്നെയാണ്. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ഐഡംപൊട്ടൻറ്റ് ലോ. അപ്പോൾ ഐഡംപൊട്ടൻറ്റ് ലോ ബൈ ഹാർട്ട് ചെയ്യണം. എ ഓർ എ ഈക്വൽ ടു എ ആണ്. എ ആൻഡ് എ ഈക്വൽ ടു എ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എ എന്താണ്, നമുക്ക് ഈ ഒരു തിയറം നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഓർ എ ഇസ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ അത് നമുക്ക് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ എ ഓർ എ എന്ന് പറയുന്ന ഭാഗം നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, LHS എന്ന് പറയും. ഈ ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡാണ്. അപ്പോൾ RHS എന്ന് പറയും അതിന്. അപ്പോൾ LHS ഈക്വൽ ടു RHS ആണെന്ന് നമുക്ക് തെളിയിക്കണം. സോ ഞാൻ LHS എന്ന് തുടങ്ങുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? എ ഓർ എ. അപ്പോൾ എ ഓർ എന് ഞാൻ രണ്ടാമത് എന്ത് ചെയ്തു? എ ഓർ എ ആൻഡ് 1 കൊണ്ട് എന്ത് ചെയ്തു? ആൻഡ് ചെയ്തു. മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ പോസ്റ്റുലേറ്റ്സ് പഠിച്ചിട്ടുണ്ട്. എ ആൻഡ് 1 ഈക്വൽ ടു എ ആണെന്നുള്ള പോസ്റ്റുലേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. ഇനി 1ന് നമ്മൾ കോംപ്ലിമെൻറ്റിൻ്റെ പോസ്റ്റുലേറ്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1ന് നമുക്ക് ഇനി മാറ്റി എഴുതാം. 1ന് എന്താക്കിയിട്ട് എഴുതാം? ഈ 1 ഉണ്ടല്ലോ, 1ന് നമുക്ക് എ ഓർ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. എ ഓർ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് പോസ്റ്റുലേറ്റ്സ് എന്താണ്? എ ഓർ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1. പോസ്റ്റുലേറ്റ്സ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. കോംപ്ലിമെൻറ്റിൻ്റെ ഇവിടെ ഓറുണ്ട്, ഇവിടെ കോംപ്ലിമെൻ്റ് ഉണ്ട്. എ ഓർ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1. അപ്പോൾ ഈ 1നെ നമ്മൾ എന്താക്കിയിട്ട് എഴുതി? എ ഓർ എ കോംപ്ലിമെൻറ്റ്. എ ഓർ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുകയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ഓർ എ ആൻഡ് എ ഓർ എ കോംപ്ലിമെൻറ്റിന് നമുക്ക് ഇങ്ങനെ എഴുതാം. എ ഓർ എ ആൻഡ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൻ്റെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. എ ഓർ എ ആൻഡ് എ ഓർ എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതിനെ എന്താക്കിയിട്ട് എഴുതി? ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്താക്കി മാറ്റി എഴുതി? എ ഓർ എ ആൻഡ് എ കോംപ്ലിമെൻറ്റ്. ബൈ ദ പോസ്റ്റുലേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. എ ഓർ ബി ആൻഡ് സി ഈക്വൽ ടു എ ഓർ ബി ആൻഡ് എ ഓർ സി. ഇനി നെക്സ്റ്റ് എ ആൻഡ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. എ ആൻഡ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ബൈ ദ പോസ്റ്റുലേറ്റ്സ് എ ആൻഡ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 0. സോ ഇതിൻ്റെ പൊസിഷനിൽ ഇവിടെ 0. ദെൻ എ ഓർ 0 ആയിട്ട് മാറി. എ ഓർ 0 is equal to A. A or 0 equal to A, that is equal to RHS. By the postulates A or 0
ഈക്വൽ ടു എ ആണ് ആ പോസ്റ്റ്ലേറ്റ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ LHS ഈക്വൽ ടു RHS ആണ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചൊരു ടഫാണ്, പക്ഷേങ്കിൽ ഒന്നോ രണ്ടോ തിയറംസ് ഒക്കെ പ്രൂവ് ചെയ്യാനേ പഠിക്കാനുള്ളൂ. ഒന്നോ രണ്ടോ തിയറംസ് പോസ്റ്റ്ലേറ്റ്സ് വെച്ചിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമതേ ഉള്ളൂ നമുക്കിപ്പോൾ. ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചിലപ്പം തോന്നിയേക്കാം. ഇനി അടുത്ത തിയറം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ എന്താണ്? A ആൻഡ് A ഈക്വൽ ടു A. ഇവിടെ ഓറായിരുന്നു, ഇവിടെ എന്താണ്? ആൻഡ് ആണ്. അപ്പോൾ A ആൻഡ് A ഈക്വൽ ടു A എന്നുള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഡുവൽ ഓഫ് ദ തിയറം 1. ഇതിൻ്റെ ഡുവലാണ് ഏത്? A എന്ന് പറയുന്ന തിയറം ഉണ്ടല്ലോ, A or A ഈക്വൽ ടു A, അതിൻ്റെ ഡുവലാണ് ദിസ് വൺ. സോ അത് പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ LHS ആയിട്ട് എന്തെടുക്കും? A ആൻഡ് A എടുക്കും. പിന്നെ ഇവിടെ എന്തെടുക്കും? A ആൻഡ് A ഓർ 1 ആയിട്ട് എടുക്കും, ഓർ 1. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഇത് പ്രൂവ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് RHS A ആണ് കിട്ടുന്ന രീതിയിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ഡുവൽ നമ്മൾ പഠിച്ചല്ലോ. ഓർ ആൻഡ് ആവുന്നതും 0 1 ആവുന്നതും ആണെന്തെന്ന് 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതാണ് നമ്മൾ ഡുവൽ പഠിച്ചിട്ടുണ്ട്. ആ ഡുവൽ ഫോമിലാക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ. ഇനി തിയറം 2. തിയറം 2 പറയുന്നത് എന്താണ്? A or 1 ഈക്വൽ ടു 1 ആൻഡ് A ആൻഡ് 0 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് വൺ നോക്കാം. A or 1 is equal to 1. LHS is A or 1. A or 1ൻ്റെ കൂടി 1 ആൻഡ് ചെയ്തു. അപ്പോൾ മാറ്റങ്ങളൊന്നുമില്ല, A or 1 തന്നെയായിരിക്കും, കാരണം A ആൻഡ് 1 ഈക്വൽ ടു A ആണ്. ദ നെക്സ്റ്റ്, ഈ വണ്ണിനെ നമ്മൾ എന്താക്കി മാറ്റി? A or A കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് A or A കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? അങ്ങനെയാക്കി മാറ്റി എഴുതി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെ, A or 1 ആൻഡ് A കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? A or 1 ആൻഡ് A or A കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ ഒരു ഫോമിലാക്കി മാറ്റി എഴുതി. ഇനി നെക്സ്റ്റ് 1 ഇൻറ്റു A കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് A കോംപ്ലിമെൻ്റ് ആയിരിക്കും. പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ഇൻറ്റു A ഈക്വൽ ടു A ആണെന്ന്. അപ്പോൾ 1 ഇൻറ്റു A കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറിയാണ്? A കോംപ്ലിമെൻ്റ് ആക്കി മാറി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? A or A കോംപ്ലിമെൻറ്റ് RHS. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഇത് A ആൻഡ് 0 ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ LHS എന്തായിട്ട് എടുക്കും? A ആൻഡ് 0. അതിൻ്റെ കൂടെ നമ്മൾ എന്തായിരിക്കും? ഓർ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ A ആൻഡ് 0 ഓർ 0 കൊടുത്തിട്ട് ചെയ്ത് നോക്കും. ഇതിൻ്റെ ഡുവൽ ആയിരിക്കും, പിന്നെ വരുന്നതിൻ്റെ ഡുവൽ ആയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി നെക്സ്റ്റ് തിയറം 3. തിയറം 3ക്ക് പ്രത്യേക ഒരു പേരുണ്ട്, അബ്സോർപ്ഷൻ ലോ ആണ് തിയറം 3. അപ്പോൾ എന്താ തിയറം പറഞ്ഞിരിക്കുന്നത്? A or A and B equal to A. A and A or B is equal to A. അപ്പോൾ ഇതിൻ്റെ ഡുവലാണ് ഈ B1. ഓക്കെ, അപ്പോൾ നമുക്ക് A പ്രൂവ് ചെയ്യാം. LHS ഈക്വൽ ടു എന്താ വരുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തത്? A ഔട്ട്സൈഡ് ആയിട്ട് എടുത്തു, A ആൻഡ് 1 or B. അപ്പോൾ A ആൻഡ് 1 or B നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? A ആൻഡ് 1 ഓർ A ആൻഡ് B ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് 1 or A എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ 1 or B is equal to 1 ആണ് വരിക. A into 1 എന്ന് പറയുന്നത് എന്താണ്? A ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ ഈ ഒരു തിയറത്തിന് പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ ലോ.
നമ്മളിപ്പം കണ്ടത് പോസ്റ്റുലേറ്റ്സ് ഉപയോഗിച്ചിട്ട് ബൂളിയൻ ആൾജിബ്രയിലെ തിയറംസ് പ്രൂവ് ചെയ്യുന്നത് കണ്ടു അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂഫ് ബൈ ദ മെത്തേഡ് ഓഫ് പെർഫെക്റ്റ് ഇൻഡക്ഷൻ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ബൂളിയൻ ആൾജിബ്രയിലെ തിയറംസ് നമുക്ക് മെത്തേഡ് ഓഫ് പെർഫെക്റ്റ് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൂഫ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ തിയറംസ് ഓഫ് ബൂളിയൻ ആൾജിബ്ര can also be proved by means of truth tables. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ട്രൂത്ത് ടേബിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൂളിയൻ ആൾജിബ്രയിലുള്ള തിയറം പ്രൂവ് ചെയ്യാം. ഇൻ എ ട്രൂത്ത് ടേബിൾ both sides of the relation are checked to yield identical result for all possible combinations of variables involved. This method of proving theorems is called perfect induction. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തിയറം പ്രൂവ് ചെയ്യുന്ന മെത്തേഡിനാണ് എന്ത് പറയുക? പെർഫെക്റ്റ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ ട്രൂത്ത് ടേബിൾ ഫോർ പ്രൂവിങ് തിയറം 3a നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു തിയറം. ആ തിയറം നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മുടെ എ ഓർ എ ബി നമ്മൾ അബ്സോർപ്ഷൻ തിയറത്തിൽ ഫസ്റ്റ് വൺ എന്താണ്? എ ഓർ എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു എ. അപ്പോൾ ആ ഒരു കാര്യം നമുക്കിവിടെ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഒരു വേരിയബിള് നമ്മുടെ ഈ വേരിയബിൾ ഇപ്പോൾ ഈ ഒരു ഇതാണ് തിയറം എ ഈക്വൽ ടു എ ഓർ എ ആൻഡ് ബി എന്നുള്ളതാണ് നമ്മുടെ തിയറം. സോ ആ ഒരു തിയറത്തിൽ നമ്മൾ എത്ര വേരിയബിളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? 2 വേരിയബിൾ എയും ബിയും. സോ എയും ബിയുടെ ടേബിളാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ എക്കും ബിക്കും പോസിബിൾ ആയിട്ടുള്ള എത്ര കോമ്പിനേഷൻ ഓഫ് വാല്യൂസ് ഉണ്ടാവും? ഫോർ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് വേരിയബിൾസ്. അപ്പോൾ എന്തൊക്കെ കോമ്പിനേഷൻ ഉണ്ടാവുക? എ 0 ആകാം, ബി 0 ആകാം ഒരേ സമയത്ത് അല്ലേ? എക്ക് 0, ബി 0. ചില കേസിൽ പോസിബിലിറ്റി എന്തായിരിക്കും? എ 0 എന്ന സമയത്ത് ചിലപ്പം ബി 1 ആകാം. ചില കേസിൽ എ 1 ആയിരിക്കുന്ന സമയത്ത് ബി 1 ആയിരിക്കും. പിന്നെ എ 1 ആകാം, ബി 1. മാക്സിമം ഇത്രയും പോസിബിലിറ്റീസ് മാത്രമേ ഉണ്ടാവും അല്ലേ? മാക്സിമം എത്ര? കാരണം 2 വേരിയബിൾസ് ആണുള്ളത്. പിന്നെ നമുക്ക് 2 വാല്യൂസ് മാത്രമേ ഉണ്ടാവും. 2⁴ പോസിബിലിറ്റീസ് മാത്രമേ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു പോസിബിലിറ്റീസ് നമ്മൾ എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം എ ആൻഡ് ബി കാണുക. എ ആൻഡ് ബി ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. എ ആൻഡ് ബി കണ്ടാൽ 0 ആൻഡ് 0 0 ആണ്. 0 ആൻഡ് 1 0 ആണ്. 1 ആൻഡ് 0 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, 1 ആൻഡ് 1 ഈക്വൽ ടു 1. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഓർ ചെയ്യേണ്ടത്? എ ഓർ ചെയ്യണം അല്ലേ? അപ്പോൾ എ ഓർ എ ആൻഡ് ബി. അപ്പോൾ ഈ എയും എ ആൻഡ് ബിയും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 0 or 0, that is 0. And next 0 or 0 is equal to 0. Next 1 or 0 is equal to 1. 1 or 1 is equal to 1. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഓർ എ ആൻഡ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? RHS ആണ് അല്ലേ? അപ്പോൾ അത് എന്തായിരിക്കണം? എ ആയിരിക്കണം. അപ്പോൾ എ നോക്കിയേ നിങ്ങൾ. എന്റെ വാല്യൂ എന്താണ്? എന്റെ വാല്യൂ 0 0. എയുടെ വാല്യൂ എന്താണ്? 0 0 1 1. അപ്പോൾ എയുടെ വാല്യൂവും എ ഓർ എ ആൻഡ് ബിയുടെ വാല്യൂ എന്താണ്? സെയിം ആണ്. ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ ഫോർ ബൂളിയൻ എക്സ്പ്രഷൻ എ ഓർ എ ആൻഡ് ബി. അപ്പോൾ അതാണ് പെർഫെക്റ്റ് ഇൻഡക്ഷൻ മെത്തേഡ് വഴി നമുക്ക് പ്രൂവ് ചെയ്യാം. പെർഫെക്റ്റ് ഇൻഡക്ഷൻ എന്ന് എന്താ? യൂസിങ് ട്രൂത്ത് ടേബിൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. The theorems of Boolean algebra can also be proved by means of truth tables. This is the truth table. This is known as truth table. In a truth table, both sides of the relation are checked to yield identical result for all possible combinations of variables.
all possible combinations of variables involved. This method of proving theorems is called a perfect induction. ഇങ്ങനെ തിയറം പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് തിയറം 4 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻവോല്യൂഷൻ തിയറം. ഓക്കെ, ഓർ ഇൻവോല്യൂഷൻ ലോ. ആ ലോ എന്താ പറയുന്നത്? എ കോംപ്ലിമെന്റ് ഡബിൾ കോംപ്ലിമെന്റ് ആണ് ഈക്വൽ. അപ്പോൾ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? തെളിയിക്കണം. അതിനെയാണ് ഇൻവോല്യൂഷൻ ലോ എന്ന് പറയുന്നത്. ഇത് ഡബിൾ കോംപ്ലിമെന്റ് ആണ് ഇവിടെ ഉള്ളത്. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എ ഒറ്റൊരു വേരിയബിളേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഒറ്റൊരു വേരിയബിൾ ആകുന്ന സമയത്ത് മാക്സിമം പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0ഉം 1ഉം മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി എ കോംപ്ലിമെന്റ് കണ്ടു. എ കോംപ്ലിമെന്റ് ആണ് 0 1 ആകുന്നു, 1 0 ആകുന്നു. ഇനി എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് കാണാണ്, വീണ്ടും കാണാണ്. അപ്പോൾ 1 0 ആകുന്നു, പിന്നെ നമ്മുടെ 0 എന്തായിട്ട് മാറുന്നു? 1 ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ എ കോംപ്ലിമെന്റിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 0ഉം 1ഉം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ആണ്. എയുടെ വാല്യൂ എന്താണ്? 0ഉം 1 ആണ്. ദിസ് ഈസ് നോൺ ആസ് ഇൻവോല്യൂഷൻ ലോ. അപ്പോൾ ഇതൊക്കെ പെർഫെക്റ്റ് ഇൻഡക്ഷൻ മെത്തേഡ് വഴി ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് തിയറം 5 നോക്കാം നമുക്ക്. തിയറം 5 എന്താ പറഞ്ഞിരിക്കുന്നത്? എ ആൻഡ് എ കോംപ്ലിമെന്റ് ഓർ ബി ഇസ് ഈക്വൽ ടു എ ആൻഡ് ബി. പിന്നെ രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഓർ എ കോംപ്ലിമെന്റ് ആൻഡ് ബി ഈക്വൽ ടു എ ഓർ ബി. അതിൻ്റെ പ്രൂഫ്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ആദ്യത്തെ എ പ്രൂവ് ചെയ്യാം. എ പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര വേരിയബിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്? 2 വേരിയബിൾ, എയും ബിയും. 2 വേരിയബിൾ തമ്മിലുള്ള മാക്സിമം പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് 4 പോസിബിലിറ്റി ആണ്. 0 0 0 1 1 0 ആൻഡ് 1 1. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് എ കോംപ്ലിമെന്റ് ഉണ്ട് അല്ലേ? ആദ്യം എ കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 0 1 ആയി മാറുന്നു, 0 1 ആയി മാറുന്നു, പിന്നെ 1 0 ആയിട്ട് മാറുന്നു, 1 0 ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ എ കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എ ഓർ ബി കണ്ടുപിടിക്കണം അല്ലേ? എ കോംപ്ലിമെന്റ് ഓർ ബി. അപ്പോൾ എ കോംപ്ലിമെന്റും ബിയും, ദിസ് ഈസ് എ കോംപ്ലിമെന്റ് ആൻഡ് ദിസ് ഈസ് ബി. അപ്പോൾ ഇതിൻ്റെ ഓർ 0 or 1 ഈക്വൽ ടു 1, 1 or 1 is equal to 1, and 0 or 0 is equal to 0, 1 or 0 is equal to 1. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ എ ആൻഡ് ചെയ്യണം. എ ആൻഡ് എ കോംപ്ലിമെന്റ് ഓർ ബി കാണണം. അപ്പോൾ എ ആൻഡ് എന്ന് പറയുമ്പം എ എവിടെ? എ ആണിത് 0 0 1 1 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ എയും പിന്നെ എന്തും ചെയ്യണം? എ കോംപ്ലിമെന്റ് ഓർ ബിയും നമ്മൾ ആൻഡ് ചെയ്യണം. ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 1 is equal to 0 and 1 അല്ലേ വരിക? 0 and 1 equal to 0. നെക്സ്റ്റ് 0 and 1 is equal to 0. നെക്സ്റ്റ് 1 and 0 is equal to 0. നെക്സ്റ്റ് 1 and 1 is equal to 1. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 0 0 0 0 0 0 0 1 കിട്ടിയിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് എ ആൻഡ് ബി കാണണം. അപ്പോൾ നമ്മൾ ഇത് ചെയ്തു. നെക്സ്റ്റ് എ ആൻഡ് ബി കണ്ടു കഴിഞ്ഞാൽ എയും ബിയും 0 and 0 is equal to 0, 0 and 1 is equal to 0, 1 and 0 is equal to 0, 1 and 1 is equal to 1. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയേ. എ ആൻഡ് എ കോംപ്ലിമെന്റ് ഓർ ബി, that is equal to 0 0 0 1. എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? 0 0 0 1. ഇപ്പോൾ സെയിം ആണ് അല്ലേ? ഇപ്പോൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ട്രൂത്ത് ടേബിൾ പോലെ തന്നെ നമ്മൾ ബിയും ചെയ്ത് നോക്കണം. ബിയും ചെയ്ത് നോക്കിയിട്ട് സെയിം ആണോ എന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡി മോർഗൻസ് ലോ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ. ഡി മോർഗൻസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡി മോർഗൻസ് ലോ പഠിക്കുക. എ
or B all complement equal to A complement and next De Morgan's law. De Morgan's law important ആണ്. De Morgan's law പറയുന്നത് A or B all complement is equal to A complement and B complement. And dual വരുന്നത് A and B all complement equal to A complement or B complement. അപ്പോൾ ഇത് proof by induction method or using truth table. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾസ് മാക്സിമം 2 വേരിയബിൾസ് ആണ് എയും ബിയും. അതിൻ്റെ പോസിബിലിറ്റീസ് എഴുതി വാല്യൂസ്. നെക്സ്റ്റ് എ ഓർ ബി കാണുകയാണ്. എ ഓർ ബി 0 or 0 is equal to 0, 0 or 1 equal to 1, 1 or 0 is equal to 1, 1 or 1 is equal to 1. നെക്സ്റ്റ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണുകയാണ്. ഇപ്പോൾ കോംപ്ലിമെൻറ്റ് ഇപ്പോൾ എ ഓർ ബി കണ്ടു, ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണുകയാണ്. എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് 0 1 1 0 1 0 1 0. നെക്സ്റ്റ് എ കോംപ്ലിമെൻറ്റ് കാണുകയാണ്. എ കോംപ്ലിമെൻറ്റ് 0 here 1 0 a 0 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 1 1 0 1 0. നെക്സ്റ്റ് ബി കോംപ്ലിമെൻറ്റ്. ഈ ബിയുടെ കോംപ്ലിമെൻറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ആഫ്റ്റർ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ചെയ്യാണ്. 1 and 1 is equal to 1, 1 and 0 is equal to 0, 0 and 1 is equal to 0, 0 and 0 equal to 0. Then ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ ആരോ മാർക്കിട്ട് കണ്ടോ നിങ്ങൾ. അപ്പോൾ എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് 1 0 0 0. എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് 1 0 0 0. സോ നമുക്ക് എന്ത് പറയാം? എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് is equal to എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ബി നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ട്രൂത്ത് ടേബിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ദാറ്റ് ഈസ് പ്രൂഫ് ബൈ ഇൻഡക്ഷൻ, പെർഫെക്റ്റ് ഇൻഡക്ഷൻ. ഇനി നെക്സ്റ്റ് ഡി മോർഗൻസ് n വേരിയബിൾസിൻ്റെ ആയിരിക്കുന്ന സമയത്തുള്ളതാണ്. ഡി മോർഗൻസ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ചെയ്യാം. ഡി മോർഗൻസിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ടു n വേരിയബിൾസ് വരെ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് 2 വേരിയബിൾസ് എ ബിയുടെ. ഇത് n വേരിയബിൾസ്. n വേരിയബിൾസ് എന്ന് പറയുമ്പോൾ A1 or A2 or etc. or AN whole complement is equal to എന്താ വരിക? A1 complement and A2 complement and A3 complement and etc. and AN complement. n വേരിയബിൾസിൻ്റെ. ഓക്കെ, നമുക്ക് 2 വേരിയബിൾസിൻ്റെയാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് എന്താണ് ഇവിടെ? ഇത് ഓർ മാറിയിട്ട് ആൻഡ് A1 and A2 and etc. AN whole complement is equal to A1 complement or A2 complement or A3 complement or etc. or AN complement. എക്സാമ്പിൾസ്. ഡി മോർഗൻസ് തിയറത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. Apply De Morgan's theorem to each expressions. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്രഷൻസ്? എ ആൻഡ് ബി ആൻഡ് സി ആൻഡ് ഡി ആൻഡ് ഇ ആൻഡ് എഫ് ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? എ കോംപ്ലിമെൻറ്റ് ഓർ B complement or C complement or D complement or E complement or F complement അല്ലേ? ഇനി രണ്ടാമത്തെ ബി, അത് നമ്മൾ ചെയ്തു, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി ചെയ്തു. ബി എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഓർ ബി all complement or C complement then whole complement. ആദ്യം നമ്മൾ ഹോൾ കോംപ്ലിമെൻ്റ് എടുത്ത് മാറ്റാം. ഹോൾ കോംപ്ലിമെൻ്റ് എടുത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈ പ്ലസ് ആൻഡ് ആയിട്ട് മാറുന്നു. ദെൻ സി കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ ഈ എ കോംപ്ലിമെൻറ്റ് ഡബിൾ കോംപ്ലിമെൻറ്റ് വരുന്ന സമയത്ത് എന്തായിരിക്കും? എ തന്നെയാണ് വരിക അല്ലേ? അപ്പോൾ എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് വരുന്ന സമയത്ത് എന്താ വരിക? എ ഓർ ബി ആൻഡ് സി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? സി ആണ് വരിക. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? നന്നായിട്ട് ശ്രദ്ധിക്കണേ. എ കോംപ്ലിമെൻറ്റ്
or B all complement or C D all complement then whole complement ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ ഹോൾ കോംപ്ലിമെന്റ് നമ്മൾ എടുത്ത് മാറ്റുകയാണ് അല്ലേ. ഈ ഹോൾ കോംപ്ലിമെന്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ കോംപ്ലിമെന്റ് ഓർ ബി ഓൾ കോംപ്ലിമെന്റ് ആൻഡ് ഈ ഓർ മാറിയിട്ട് എന്തായിട്ട് മാറും ഇവിടെ? ആൻഡ് ദ നെക്സ്റ്റ് സി ആൻഡ് ഡി, സി ഡി കോംപ്ലിമെന്റ് കിട്ടും. അപ്പോൾ ഇത് ഡബിൾ കോംപ്ലിമെന്റ് മാറ്റിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? എ കോംപ്ലിമെന്റ് ഓർ ബി ആൻഡ് ഇതിന്റെ കോംപ്ലിമെന്റ് മാറ്റിക്കഴിഞ്ഞാൽ സി ആൻഡ് ഡി. ഓക്കെ, ഡി ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഓർ ബി ആൻഡ് സി കോംപ്ലിമെന്റ് ആൻഡ് ഡി കോംപ്ലിമെന്റ് ഓർ ഇ ഓർ എഫ് കോംപ്ലിമെന്റ് ദെൻ ഹോൾ കോംപ്ലിമെന്റ്. അപ്പോൾ നമ്മളെ ഹോൾ കോംപ്ലിമെന്റ് നമുക്ക് ആദ്യം എടുത്തു മാറ്റണം. അപ്പോൾ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്ലസ് ടേം ഇവിടം വരെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. പിന്നെ നെക്സ്റ്റ് വേറൊരു ടേം. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെന്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ ഓർ ബി ആൻഡ് സി കോംപ്ലിമെന്റ് ആൻഡ് ഡി കോംപ്ലിമെന്റ് ദി ഹോൾ കോംപ്ലിമെന്റ്. ഈ ഒരു പ്ലസ് മാറിയിട്ട് ഇവിടെ ആൻഡ് ആവുന്നു. ദെൻ ഇയുടെ കോംപ്ലിമെന്റ് ആൻഡ് എഫ് കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ടേമിന്റെ ഹോൾ കോംപ്ലിമെന്റ് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ഈ ഒരു ടേമിന്റെ ഹോൾ കോംപ്ലിമെന്റ്. സോ എ ഓർ ബി ഓർ സി കോംപ്ലിമെന്റ് ഓർ ഡി കോംപ്ലിമെന്റ് ആൻഡ് ഇ കോംപ്ലിമെന്റ് ആൻഡ് എഫ്. അപ്പം ഇത് നമുക്ക് എ ഓർ ബി, ഇത് ഡിമോർഗൻസ് എ ഓർ ബി ഹോൾ കോംപ്ലിമെന്റ്. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്. ഇനി ഇത് സി കോംപ്ലിമെന്റ് ഡബിൾ കോംപ്ലിമെന്റ് വരുന്ന സമയത്ത് സി, ഡി ഡബിൾ കോംപ്ലിമെന്റ് വരുന്ന സമയത്ത് ഡി, ദെൻ ഇ എഫ്. ഓക്കെ, അപ്പം അങ്ങനെ ബൂളിയൻ ഓൾജിബ്രന്റെ അകത്ത് നമ്മുടെ ഡിമോർഗൻസ് തിയറം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതിങ്ങനെയാണ് ഡിമോർഗൻസ് തിയറം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള. ഈ ഒരു ടേബിള് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റ്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഐഡന്റിറ്റി പറയുന്നത് എ ഓർ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ ആണ്. അതിൻ്റെ ഡുവൽ എന്താ വരുന്നത്? എ ആൻഡ് വൺ ഇസ് ഈക്വൽ ടു എ. സെക്കൻഡ് വൺ എ ഓർ വൺ ഇസ് ഈക്വൽ ടു വൺ. സോ അതിൻ്റെ ഡുവൽ എന്താ വരിക? എ ആൻഡ് സീറോ ഇസ് ഈക്വൽ ടു സീറോ. പിന്നെ എ ഓർ എ ഈക്വൽ ടു എ ആൻഡ് എ ഈക്വൽ ടു എ ആണ് ഡുവൽ വരിക. എ ഓർ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1, എ ആൻഡ് എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ, ഇൻവോല്യൂഷൻ ലോ അല്ലേ. എ ഓർ ബി ഇസ് ഈക്വൽ ടു ബി ഓർ എ, കമ്മ്യൂട്ടേറ്റീവ് എ ആൻഡ് ബി ഈക്വൽ ടു ബി ആൻഡ് എ. പിന്നെ എ ഓർ ബി ഓർ സി ഇസ് ഈക്വൽ ടു എ ഓർ ബി ഓർ സി, എ ആൻഡ് ബി ആൻഡ് സി ഇസ് ഈക്വൽ ടു എ ആൻഡ് ബി ആൻഡ് സി. A and B or C is equal to A and B or A and C. A or B and C is equal to A or B and A or C. A or A and B is equal to A and A or B is equal to A. A or A complement and B is equal to A or B. A and A complement or B is equal to A and B. The De Morgan's law. A or B all complement is equal to A complement into ആണ് ഇത്, A complement into B complement. A and B all complement is equal to A complement or B complement. ഇവിടെ and ആണ് വേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കുക. ഇത് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള തിയറം കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാണല്ലോ. ഇതിൻ്റെ അകത്ത് എക്സാമിന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഓക്കെ.